കുത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിക്കാറുള്ളത്. അതിന് മതവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അതങ്ങനെ കാലാകാലങ്ങളായി തുടർന്നു വരുന്ന ഒരു ആചാരമാണ്. ആ വാളെന്ന് പറയുന്നത് ഒരു മൂർച്ചയില്ല, ഒരു ഓടിപ്പോകുന്ന ഒരു എലിയെ തല്ലിക്കൊല്ലാൻ പോലും ആ വാളിന് ഉറപ്പിൽ നിന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഹിന്ദിയാണ്, ഇന്ത്യക്കാരനാണ്. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചത്, നിങ്ങൾ ഇന്ത്യയിൽ കാശ്മീരിൽ നിന്നാണോ? അതായത് അത്തരം അറബികൾക്കിടയിലൊക്കെ ഒരു പ്രചാരണമുണ്ട്, ഇന്ത്യയിൽ കുറച്ച് മുസ്ലിങ്ങൾ ഉള്ളത് കാശ്മീരിൽ മാത്രമാണ്, അത് പാകിസ്ഥാന്റെ ഒക്കെ ഒരു പ്രചരണമാണ്. ഞാൻ പറഞ്ഞു, കാശ്മീരി ഒന്നുമില്ല, ഞാൻ കേരളയാണ്, മലബാരിയാണ്. അപ്പൊ അദ്ദേഹം മലബാരി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എന്നോട് അടുത്ത ചോദ്യം ചോദിച്ചത്, നിങ്ങൾ ഖുർആൻ ഓതാൻ പഠിച്ചത് ഇവിടെ വന്നിട്ടാണോ, സൗദി അറേബ്യയിൽ വന്നിട്ടാണോ ഖുർആൻ ഓതാൻ പഠിച്ചത്? അല്ല. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടില് ചെറുപ്പത്തിലെ ഖുർആൻ പഠിപ്പിക്കുന്ന സംവിധാനങ്ങൾ. അപ്പൊ അദ്ദേഹം ചോദിച്ചു വീണ്ടും, നിങ്ങളുടെ നാട്ടിലെ എല്ലാ ആളുകൾക്കും ഖുർആൻ ഓതാൻ അറിയോ? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ ഒട്ടുമിക്ക ആളുകൾക്കും ഖുർആൻ ഓതാൻ അറിയും. ഒരു മലയാളം വായിക്കാൻ അറിയാത്ത ഈ ഉമ്മത്തിലെ മനുഷ്യന്മാര് പോലും ഖുർആനൊക്കെ വായിക്കുന്ന അക്ഷരങ്ങളും മഖ്റജും ഒന്നും ഉണ്ടാവൂല. ഖലഖലഖുന്നുള്ളത് കല കലക്കുന്നൊക്കെ ഓതുക, എന്നാലും അവർക്ക് ഓതാനുള്ള അറിവുണ്ട്. എല്ലാവരും കിട്ടിയില്ല. അപ്പൊ ആ സുഹൃത്ത്, ആ സഹോദരൻ സൗദി അറേബ്യക്കാരനായ അയാൾ ജനിച്ചപ്പോ കരഞ്ഞത് പോലും ഒരുപക്ഷെ അറബി ഭാഷയിലേക്കാരം. അത്തരം അറബി അറിയുന്ന അദ്ദേഹം സങ്കടത്തോടു കൂടി പറഞ്ഞത്, എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല. ഫാത്തിഹ സൂറത്തും ചെറിയ സൂറത്തുകളും മനപ്പാടമുണ്ട്, അത് ഓതിയിട്ടാണ് ഞാൻ നിസ്കരിക്കാറ്, എനിക്ക് ഖുർആൻ ഓതാൻ. അദ്ദേഹത്തിന്റെ കഥ പറഞ്ഞ്, അദ്ദേഹം ഏതോ ഒരു ഉൾപ്രദേശത്ത് താമസിച്ചിരുന്ന ആളാണ്, അവിടെ വിദ്യാഭ്യാസം ഒന്നുമില്ല. ഇപ്പോ സർക്കാർ ഈ ഉൾപ്രദേശങ്ങളിലുള്ള ആളുകളെ പുതിയ വീടുകളൊക്കെ വെച്ചു കൊടുത്ത് ടൗണിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവരപ്പെട്ട ഒരു വ്യക്തിയാണ് അയാൾ. ചെറുപ്പത്തിൽ ഖുർആൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ഖുർആൻ ഓതാൻ ഇപ്പോഴും മുസാഫിൽ നോക്കി ഓതാൻ അറിയില്ല. കാണാതെ പഠിച്ച ചില സൂറത്തുകൾ അറിയാം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എന്തോരം ഭാഗ്യവാന്മാരാണ്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരാളെങ്കിലും ഉണ്ടോ ഖുർആൻ മുസാഫിൽ നോക്കി ഓതാൻ അറിയാത്ത ഒരാള് പോലും ഈ സദസ്സിൽ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾക്ക് അത് ചെറുപ്പത്തിലെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് ലഭിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ നാട്ടിലെ മദ്രസ സംവിധാനമാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, പഴയ ആളുകളോട് ചോദിച്ചാൽ അറിയാം, ഈ മദ്രസകൾ ഉണ്ടാക്കിയതിന്റെ പേരിൽ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം ഒരുപാട് രൂക്ഷ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്നിപ്പോ കേരളത്തില് ഒരുപാട് മദ്രസകളുണ്ട്. കേരളത്തിലെ എല്ലാ മതപ്രസ്ഥാനങ്ങൾക്കും മദ്രസകളുണ്ട്. പക്ഷേ ഈ മദ്രസ എന്ന സംവിധാനം നമ്മുടെ കേരളക്കരയിൽ ആദ്യമായി നടപ്പാക്കുന്നത് ഈ ഇസ്ലാഹി പ്രസ്ഥാനമാണ്. ചാലിലകത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജി എന്ന എടവണ്ണപ്പാറ വാഴക്കാട് പ്രദേശത്തുകാരനായ ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ ചിന്ത ആദ്യമായിട്ട് പ്രാവർത്തികമാക്കിയത്. അതുവരെ നമ്മുടെ കേരളത്തിൽ സാധാരണക്കാർക്ക് മതം പഠിക്കാൻ അവസരമില്ലായിരുന്നു. സാധാരണക്കാരന് മതം പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ആകപ്പാടെ പള്ളി ദർസുകൾ എന്ന പേരിൽ പള്ളിയിൽ നടക്കുന്ന ഏതാനും മുതഅല്ലിമീങ്ങളാണ് മതം പഠിക്കാൻ അവകാശമുള്ള, സ്വാതന്ത്ര്യമുള്ള, അതിന് അവസരം ലഭിക്കുന്ന ഒരു ചെറിയ വിഭാഗം ആളുകൾ. അവര് കിതാബ് ഓതിയിട്ട് പിന്നെ അവര് ഉസ്താദുമാരായിട്ട് അവര് വഅള് പറയും, അവര് പ്രസംഗിക്കും. അതിൽ നിന്നാണ് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഖറ എന്ന് പറഞ്ഞ ഓദീന, വായിക്കുന്ന ഓതുന്ന ആളെന്ന് അർത്ഥം. ആ മുക്രിയാണ് പിൽക്കാലത്ത് മുക്രിയായി ലോപിച്ചത്. അപ്പൊ ഒരു മുസ്ലിയാര്, ഒരു മൊല്ലാക്ക, ഒരു മുക്രി, ഈ മൂന്നാളുകളാണ് ഒരു പള്ളിയിൽ ഓതാനും പാടാനും പറയാനും നിസ്കരിക്കാനൊക്കെ ഉണ്ടാവുക. സാധാരണക്കാരായ ആളുകൾക്ക് ഈ മതവുമായിട്ടോ മതത്തിന്റെ ആരാധനാ കാര്യങ്ങളുമായിട്ടോ യാതൊരു ബന്ധം ഉണ്ടാവില്ല. അവർക്ക് മതം അറിയില്ല. അപ്പോഴാണ് നമ്മുടെ ചാലിലകത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജിക്ക് തോന്നിയത്, ഇതിങ്ങനെ പോയാൽ പറ്റൂല, സാധാരണക്കാർക്ക് മതം കിട്ടണല്ലോ, അതിന് സാധാരണക്കാരന്റെ മക്കളെ സ്കൂളുകൾ പോലെ ക്ലാസ് റൂമുകളിൽ ബെഞ്ചും ഡെസ്ക് കൂട്ടി ഇരുത്തി ബോർഡുകളിൽ ചോക്ക് കൊണ്ട് അക്ഷരം എഴുതി അറബി പഠിപ്പിച്ച് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സംവിധാനം അദ്ദേഹത്തിന്റെ നാട്ടില് വാഴക്കാട് അദ്ദേഹം നടപ്പിലാക്കി. മദ്രസ. പടച്ചോനെ, നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗം അതിനെതിരെ ഉറഞ്ഞു തുള്ളിയിലെ. മദ്രസക്കെതിരെ എത്രങ്ങാനും വയലാണ് നേരങ്ങള്. മദ്രസ എന്ന അറബിയിൽ എഴുതുമ്പോ അതിന്റെ ഒന്നാമത്തെ അക്ഷരം മീമാണല്ലോ. ആ മീം എന്ന അക്ഷരം ജഹന്നം
അഥവാ നരകം എന്ന അർത്ഥം വരുന്ന ജഹന്നം എന്ന പദത്തിന്റെ അവസാനത്തെ മീമാണ് മദ്രസ എന്ന് പറഞ്ഞാൽ മദ്രസയിലേക്ക് ഒരു കുട്ടി പോയാൽ ആ കുട്ടി അവസാനം നരകത്തിലെത്തും. അതുകൊണ്ട് മദ്രസയിലേക്ക് പറഞ്ഞയക്കാനേ പാടില്ല എന്നാ. അതിന് കാരണം പറഞ്ഞെന്താ നിങ്ങള്, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ചോക്കുകൊണ്ട് ബോർഡുമ്മൽ എഴുതിയാലേ അത് മായ്ച്ചു കളയുമ്പോ ആ ചോക്കിന്റെ പൊടി താഴത്തേക്ക് വീഴും. അതിൽ ചവിട്ടി നിന്നിട്ടാ ഉസ്താദ് എഴുതുക. അത് ഭയങ്കര അനാദരവാണ്, തെറ്റാണ്. അതുകൊണ്ട് മദ്രസയിലേക്ക് പറഞ്ഞയക്കാൻ പാടില്ല എന്ന് പ്രസംഗിച്ച ഒരു നാടാണ് നമ്മുടെ നാട്. ഇന്ന് ആ പറഞ്ഞ ആൾക്കാർക്കൊക്കെ 10,000-ലേറെ മദ്രസകളുണ്ട്. അന്ന് മദ്രസക്കെതിരെ പൊരുതിയ ആ വിഭാഗങ്ങൾക്ക് ഇന്ന് 1000-10,000 മദ്രസകളുണ്ട്. അൽഹംദുലില്ലാഹ്. ആ മദ്രസകളാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് മതം ശനിയും ഞായറും പ്രവർത്തിക്കുന്നുണ്ട്. ഈ മദ്രസക്ക് നമ്മുടെ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സിലബസ് പ്രകാരം ഒരാഴ്ചയിൽ എല്ലാ ദിവസത്തിലും 1.5 മുതൽ 2 മണിക്കൂർ വരെ എല്ലാ ദിവസവും, ഒരു ദിവസം വെള്ളിയാഴ്ച വേണമെങ്കിൽ അവധിയാക്കാം, ബാക്കി 6 ദിവസവും 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ പഠിപ്പിച്ചെങ്കിൽ മാത്രം തീരുന്ന ഒരു സിലബസ് ആണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഏറ്റവും ശാസ്ത്രീയമായി കേരള നദ്വത്തുൽ മുജാഹിദീൻ നടപ്പിലാക്കിയിരിക്കുന്നത്. അത് പഠിച്ചാൽ തന്നെ വളരെ ചെറിയൊരു വിവരേ നമുക്ക് കിട്ടുള്ളൂ. ബാക്കി പിന്നെ കുട്ടികൾ പഠിച്ചെടുക്കണം. പക്ഷേ ആ ഇത്തിരി കൂട്ടത്തിൽ നമ്മുടെ മക്കളില്ല എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുക. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം പറഞ്ഞ ഒരു കുട്ടിയെ അവനെ നരകത്തിന്റെ വിറകാക്കുന്നതിൽ അവന്റെ മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ. ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോ സ്വർഗാവകാശിയായിട്ടാ. നമ്മളൊക്കെ ജനിച്ച സമയത്ത് മരിച്ചിക്കണമെങ്കിലേ നമ്മളിപ്പോ സ്വർഗത്തിലാ, നമ്മൾ സ്വർഗത്തിലെത്തുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ പ്രവാചകന്റെ സദസ്സിൽ എപ്പോഴും പ്രസംഗം കേൾക്കാനും പ്രവാചകന്റെ വാക്ക് കേൾക്കാനും വന്നിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ചെറിയൊരു കുട്ടിയുണ്ട്. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ ക്ലാസ്സിൽ കാണാനല്ലാതെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിച്ചേ, അയാൾ എവിടെ? അപ്പൊ സഹാബത്ത് പറഞ്ഞു, നബിയെ, അയാളുടെ കുട്ടി പെട്ടെന്ന് മരിച്ചു. കുട്ടി മരിച്ചപ്പോ അയാൾക്ക് വലിയ സങ്കടമായി. അപ്പൊ വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. പ്രവാചകൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിട്ട് അദ്ദേഹത്തോട് സംസാരിച്ച് സമാധാനിപ്പിച്ചു. അപ്പൊ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, റസൂലേ, എന്റെ മകൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. എന്റെ ജീവിതകാലം മുഴുവനും ആ മകൻ എന്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ മകനാണ് പെട്ടെന്ന് പോയത്. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, സങ്കടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ മകൻ ഈ ഭൂമിയിൽ നിങ്ങൾ ഇനി എത്ര കാലം ജീവിക്കുക, അത്രയും കാലം നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതാണോ? അതല്ല, നിങ്ങളുടെ മകൻ നിങ്ങൾക്ക് മുമ്പേ സ്വർഗത്തിലെത്തി സ്വർഗത്തിന്റെ വാതിൽക്കൽ നിങ്ങളെയും കാത്തിരിക്കുകയും നാളെ നിങ്ങൾ പരലോകത്തെത്തുമ്പോൾ വിചാരണയ്ക്ക് ശേഷം നിങ്ങളെയും കൊണ്ട് നിങ്ങളുടെ മകൻ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത് ഏതെങ്ങൾക്ക് ഇഷ്ടം? ഈ ദുന്യാവില് 20-30 കൊല്ലം നിങ്ങളെ കുട്ടികൾ നിങ്ങളൊപ്പം ഉണ്ടാവുന്നതാണോ? അതല്ല, സ്വർഗത്തിന്റെ വാതിൽക്കൽ നമ്മുടെ മക്കൾ നമ്മളെ കാത്തിരുന്ന് നമ്മുടെ കയ്യും പിടിച്ച് അവർ സ്വർഗത്തിലേക്ക് പോകുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? അയാൾ പറഞ്ഞു, നബിയെ, രണ്ടാമത്തേതാ എനിക്ക് ഇഷ്ടം. എന്റെ മകൻ എനിക്ക് മുമ്പേ സ്വർഗത്തിലെത്തുമെങ്കിൽ അവൻ സ്വർഗത്തിലെത്തുകയും അവിടെ എന്നെയും കാത്തിരിക്കുമെങ്കിൽ എന്നെ കാത്തിരിക്കുകയും ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. ചെറുപ്പത്തിലാണ് പോയ നമ്മളൊക്കെ അവിടെ ഇനി. പക്ഷേ ആ ചെറുപ്പത്തിൽ നിന്ന് നമ്മളെ വളർത്തി വലുതാക്കിയ നമ്മുടെ രക്ഷിതാക്കൾക്ക് വലിയ ഒരു റോളുണ്ട്. എന്തില്? നമ്മളെ നേർമാർഗത്തിലേക്കും ദുർമാർഗത്തിലേക്കും കൊണ്ടുപോയത്, അല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമുക്ക് നമ്മുടെ മക്കളോട് തീർത്താൽ തീരാത്ത സ്നേഹമുണ്ട്. ആ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ അധ്വാനം അവർക്ക് വേണ്ടിയാണ്, നമ്മുടെ കഷ്ടപ്പാട് അവർക്ക് വേണ്ടിയാണ്. അവർക്ക് വേണ്ടി നമ്മൾ അനുഭവിക്കുന്ന പ്രയത്നങ്ങൾ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവുകയില്ല. പക്ഷേ മനസ്സിലാക്കണം, ആ സ്നേഹം അത് എത്തി നിൽക്കുന്നത് ഈ ദുന്യാവില് 10-20 കൊല്ലത്തേക്കുള്ള സ്നേഹമല്ല. മറിച്ച് നാളെ അനശ്വരമായ ലോകത്ത്, മരണമില്ലാത്ത ലോകത്ത് എനിക്കും എന്റെ കുട്ടികൾക്കും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ചു ജീവിക്കാനുള്ള അവസരമുണ്ടാവണം എന്നതാവണം നമ്മുടെ സ്നേഹത്തിന്റെ അടയാളം.
അങ്ങനെ ഒരു സ്നേഹത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ മദ്രസ എന്ന സംവിധാനം. അതിനെ ഒരിക്കലും വില കുറച്ച് കാണുകയോ അതിനെ ഒരിക്കലും നിസ്സാരമാക്കുകയോ ചെയ്യരുത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്താ വെച്ചാല് കുട്ടികളൊക്കെ ഉണ്ട്, മദ്രസയിൽ കുട്ടികളില്ല. 20 കുട്ടികള്, 30 കുട്ടികള്, 40 കുട്ടികള്. നാട്ടിലെ സ്കൂളുകളിലോ 2000 കുട്ടികള്, 3000 കുട്ടികള്. എല്ലാ വർഷവും പുതിയ പുതിയ ക്ലാസ് റൂമുകൾ ഉണ്ടാക്കുന്നു, പുതിയ പുതിയ തസ്തികകൾ ഉണ്ടാക്കുന്നു, പുതിയ അധ്യാപകർ ഉണ്ടാക്കുന്നു. എന്നാൽ നാട്ടിലെ മദ്രസയിലോ ശമ്പളം കൊടുക്കാൻ ഗതിയില്ലാതെ അധ്യാപകരെ പിരിച്ചുവിടുന്നു, മദ്രസകൾ ഇല്ലാതാകുന്നു, പതുക്കെ പതുക്കെ നിന്നുപോകുന്നു. എന്തേ കാരണം? നമുക്ക് തോന്നിയേക്കാണ് മദ്രസ ഒന്നും വേണ്ട. ഇനി അഥവാ മദ്രസ പറഞ്ഞാൽ തന്നെ അത് കുട്ടിന്റെ സ്കൂൾ പഠനത്തിന് തടസ്സമാകും. ഓൻ A+ കിട്ടാതെ വരും, ഓൻ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് മദ്രസയിൽ പോകണ്ട. സുഹൃത്തെ, എന്റെ ഫോണിൽ എനിക്കൊരു കോള് വന്നേ. UAE നിന്നാണ് വിളിക്കുന്നത്, ഷാർജയിലോ ദുബായിൽ നിന്നോ വിളിക്കുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞാൻ നിങ്ങളെ പ്രസംഗമൊക്കെ കേൾക്കാറുണ്ട്. ആയിക്കോട്ടെ, അങ്ങനെ അദ്ദേഹം ഒരു സംശയം ചോദിക്കാൻ വിളിച്ചതാണെന്നാ പറഞ്ഞേ. എന്താ സംശയം? അപ്പൊ അദ്ദേഹം കല്യാണം കഴിച്ചിട്ട് 4 കൊല്ലായി, എഞ്ചിനീയർ ആണ്. അദ്ദേഹം എഞ്ചിനീയർ ആണ്, ഭാര്യയും എഞ്ചിനീയർ ആണ്. രണ്ടാളും ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യാണ്. നാട്ടില് നല്ല മുസ്ലിം പാരമ്പര്യമുള്ള ഒരു നാട്ടിലാണ് ജനിച്ചു വളർന്നത് ഒക്കെ. പക്ഷെ അദ്ദേഹം ചോദിച്ച ചോദ്യം എന്താ അറിയോ? ഭാര്യ ഭർത്താക്കന്മാർ രാത്രിയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ രാവിലെ നിസ്കരിക്കണമെങ്കിൽ ശരിക്കും കുളിക്കണം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ചോദിക്കാൻ കാരണം? അപ്പൊ ഒരു സുഹൃത്ത് പറഞ്ഞു ശരിക്കും കുളിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇപ്പൊ എങ്ങനെ കുളിക്കല്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, പ്രത്യേകിച്ച് ഉമ്മാനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാല് അതിന്റെ അപകടം എന്താണ്? മതപരമായ അപകടം എനിക്കറിയോ? എനിക്കറിയില്ല. ഇജ്ജ് പഠിച്ചിട്ടില്ലേ? ഞാൻ പഠിച്ചിട്ടില്ല. ഇജ്ജ് മദ്രസ പോയിട്ടില്ലേ? 2ാം ക്ലാസ് വരെ പോയി. പിന്നെ ഞാൻ വേറെ സ്കൂളിലേക്ക് മാറി, അവിടെ മദ്രസ ഇല്ലായിരുന്നു. ആ കുട്ടിയെ കുറ്റപ്പെടുത്താൻ പറ്റുമോ നമുക്ക്? ബാപ്പയോട് ഉമ്മയോട് ഛേ എന്ന് പോലും പറയുന്നത് കടുത്ത കുറ്റമാണെന്ന് പഠിപ്പിക്കുന്ന അള്ളാഹുവിന്റെ ആയത്ത് ആ കുട്ടി കേട്ടിട്ടില്ല, അവൾക്കാരും അത് പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നെ ആ കുട്ടിയെ എന്തടിസ്ഥാനത്തിലാ നമ്മൾ ആ കുട്ടി മോശമാണെന്ന് പറയാ? മഹാനായ 2ാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തെ ഒരു ബാപ്പ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു പരാതിയായിട്ട് വന്നു. എന്താ പരാതി അറിയോ? മകൻ എന്നെ തീരെ അനുസരിക്കുന്നില്ല, എന്നോടുള്ള ഒരു കടമയും അവൻ നിർവഹിക്കുന്നില്ല. ഇതാണ് ബാപ്പാന്റെ പരാതി. ഖലീഫ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ നാളെ മകനെയും കൊണ്ടുവരി, ഞാൻ ഓരോടൊന്ന് സംസാരിക്കട്ടെ. പിറ്റേന്ന് ആ ബാപ്പ മകനെയും കൊണ്ടുവന്നു. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു മകനോട് ചോദിച്ചു, നീ എന്താ ബാപ്പയെ അനുസരിക്കാത്തത്? ബാപ്പയോടുള്ള കടമകൾ എന്താണ് നീ നിർവഹിക്കാത്തത്? ആ മകൻ ഖലീഫയോട് ഒരു മറുചോദ്യം ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, എനിക്കൊരു സംശയമുണ്ട്. എന്താ സംശയം? മക്കൾക്ക് മാതാപിതാക്കളോട് കടമകളുണ്ട്. നമ്മളെല്ലാവരും എല്ലാ വയലിന്റെയും വിഷയതേക്കാരം മാതാപിതാക്കളോടുള്ള കടമകൾ അതെല്ലാവർക്കും അറിയാം. വഖലാ റബ്ബുക എന്നൊക്കെ പറഞ്ഞ ആയത്തൊക്കെ ഓതിയിട്ട് ഈ കുട്ടി ചോദിച്ചത്, ഈ മാതാപിതാക്കൾക്ക് ഈ മക്കളോട് വല്ല കടമയുണ്ടോ? മാതാപിതാക്കൾക്ക് മക്കളോട് വല്ല കടമയുണ്ടോ? അപ്പൊ ഖലീഫ പറഞ്ഞു, ഉണ്ടല്ലോ. അതെന്തൊക്കെയാണ് അമീറുൽ മുഅ്മിനീൻ? അപ്പൊ ഖലീഫ, മുമ്പ് എന്റെ മനസ്സിൽ ഞാൻ കുറിക്കേണ്ടത്, എനിക്ക് പിറക്കുന്ന മക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള ഒരു പെണ്ണാവണം എന്റെ ഭാര്യ എന്നതാണ് എന്റെ ഭാര്യയോടുള്ള എന്റെ ഒന്നാമത്തെ കാഴ്ചപ്പാട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സാധാരണ മനുഷ്യന്മാര് പെണ്ണെട്ടുമ്പോ പെണ്ണിന്റെ ചൊറുക്കിന് പ്രാധാന്യം കൊടുക്കും. ചില ആൾക്കാർ അങ്ങനെ പറയാം, ഉസ്താദെ നിങ്ങൾ എത്തിങ്ങാനിൽ എത്തിയുമായ പെൺകുട്ടികളുണ്ടോ? എന്തേ ഒരു കല്യാണം വേണ്ടിനി? ആയിക്കോട്ടെ, എന്തൊക്കെയാണ്? പിന്നെ ഒന്നും വേണ്ട, സ്വത്തും പണം ഒന്നും വേണ്ട, നല്ല ചൊറുക്ക് വേണം. എത്രയാണ് ഈ ചൊറുക്ക്? ഒരു പെൺകുട്ടിയുടെ വാപ്പനോട് സങ്കടം പറഞ്ഞേ, ഒരു പെൺകുട്ടിയല്ല, അയാൾക്ക് 5 പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികളെ വാപ്പ എന്താ പറഞ്ഞാലോ, ഉസ്താദെ സ്ത്രീധനത്തിനെ നിങ്ങൾ കുറ്റം പറയരുത് കേട്ടോ. കാരണം സ്ത്രീധനം എന്ന ഏർപ്പാടുള്ളത് കൊണ്ടാ കാണാൻ ചൊറുക്കില്ലാത്ത പെൺകുട്ടികൾ കെട്ടിച്ചു പോണേ. വൃക്ക വിറ്റിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കിയ കെട്ടിച്ചു വിടാലോ. ഇത് ചില മനുഷ്യന്മാർക്ക് പൈസ വേണ്ട, ചൊറുക്ക വേണേ. ഈ ചൊറുക്കില്ലാത്ത കുട്ടികളെ ഞങ്ങൾ എന്താ ഉസ്താദെ കാട്ടുക? അവർക്ക് ചൊറുക്കുണ്ടാക്കാൻ വല്ല മാറുകൊണ്ടോന്നാ ആ ബാപ്പ കണ്ണ് നിറഞ്ഞുകൊണ്ട് ചോദിച്ചേ. അള്ളാന്റെ ഹബീബ് പറഞ്ഞതാ, നിങ്ങൾ സൗന്ദര്യത്തിന് മുൻഗണന കൊടുക്കരുത് കേട്ടോ. പിന്നെ തറവാടിന് മുൻഗണന കൊടുക്കണ്ടോ. തറവാട് എന്നൊക്കെ പറഞ്ഞാലേ ഒരു തറവാട്ടില് ഒറ്റ ഒരുത്തൻ തല തിരിഞ്ഞാ മതി, തറവാട്ടുകാര് മുഴുവനും തലതാത്തി നടക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ തറവാടൊക്കെ. പിന്നെ റസൂല് പറഞ്ഞത്, നിങ്ങൾ പണത്തിന് പ്രാധാന്യം കൊടുക്കരുത്. എത്ര പൈസ ഉണ്ടായിട്ട് എന്താ? ഒരു കുഴപ്പമില്ലാത്ത അസുഖം വന്നാ മതി, വീട് വിറ്റിട്ട് അവസാനം ഓട്ടോറിക്ഷയിൽ പാട്ടുപാടി പിരിക്കേണ്ടി വരും. അതപ്പത്തെ കാലം. അതുകൊണ്ട് നിങ്ങൾ സൗന്ദര്യത്തിന് പ്രാധാന്യം
പ്രാധാന്യം വേണ്ടെന്നല്ല, അതിന് പ്രാധാന്യം കൊടുക്കരുത്. ഉമർ വീടിന്റെ അടുത്തെത്തിയപ്പോ ആ വീട്ടിൽ നിന്ന് ഒരു സംസാരം. എന്താ സംസാരം? ഒരു പ്രായമുള്ള സ്ത്രീന്റെ ഒച്ച. എടി, ആ പാലിന്ന് വളരെ കുറവല്ലേ, ആ പാലിന് കുറച്ച് വെള്ളം കൂട്ടിക്കാം. അപ്പൊ അപ്പുറത്തുനിന്ന് മോളാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഒച്ച. അമ്മ, പാലിൽ വെള്ളം ചേർക്കണ കുറ്റാന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ വീണ്ടും പുറത്തുനിന്ന്, എടി, ഈ നട്ടപ്പാതിലേക്ക് വെള്ളം ചേർത്താൽ ആരാ അറിയാ? ഉമർ അറിയോ? പിന്നെ എങ്ങനെ കുറ്റാവുക? അപ്പൊ ആ ചെറിയ ശബ്ദത്തിന്റെ മറുപടി, ഉമ്മ, ഉമർ അറിയില്ലെങ്കിലും പടച്ചോൻ അറിയില്ലേ, അതുകൊണ്ട് ഞാൻ ചേർക്കൂല. ഉമർ ആ വീടിന്റെ ചുമരുമേ ഒരു കല്ലുകൊണ്ടൊരു അടയാളം വരച്ച് എന്നിട്ട് മടങ്ങി വീട്ടിക്ക്. പിറ്റേന്ന് രാവിലെ തന്റെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ അടയാളം വെച്ച ഒരു വീടുണ്ട് ഈ റോട്ടിൽ, ഒന്ന് പോയോക്കാണി. ആ വീടിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കും. ഉദ്യോഗസ്ഥന്മാർ പോയി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാപ്പ മരിച്ചുപോയ ഒരു ഉമ്മയും മകളുമാണ്. ആടുകളെ വളർത്തിയിട്ട് അതിന്റെ പാല് കറന്ന ജീവിക്കുന്നത്. പട്ടിണിയാണ്, പ്രാരാബ്ധമാണ്, പാവപ്പെട്ട കുടുംബമാണ്. അവര് റിപ്പോർട്ട് വെച്ച് ഖലീഫ ഉമർ താൻ കല്യാണം തിരയുന്ന തന്റെ മകണ്ടല്ലേ അബ്ദുള്ള ഇബ്നു ഉമറിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്ദുള്ള, ദാ ഇവര് കാണിച്ചു ഒരു വീട്, ആ വീട്ടിൽ പോയോക്ക്, അവിടെ ഒരു പെൺകുട്ടി ഉണ്ട്, പറ്റുമെങ്കിൽ ഞാൻ കോളെ കെട്ടാം. ഖലീഫയുടെ കൊട്ടാരത്തിലേക്ക്, ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യത്തിന്റെ ഉടമസ്ഥന്റെ കൊട്ടാരത്തിലേക്ക് രാജകുമാരിയായിട്ട് കടന്നു വരാൻ ഉമർ തെരഞ്ഞെടുത്ത പെണ്ണിന്റെ യോഗ്യത എന്താണ്? നട്ടപ്പാതിരക്കും അള്ളാനെ പേടിക്കുന്ന പെണ്ണാവണം. നമ്മളൊക്കെ പൈസയും പേരയും പറമ്പിന്റെ വലിപ്പം കണ്ട് മകനെ കൊണ്ട് പെണ്ണിട്ടിച്ചിട്ട് അവസാനം പെണ്ണ് മകനെയും കൊണ്ട് പോകുമ്പോ ബാപ്പാക്കും സങ്കട. നല്ല കുട്ടിയാണ് എന്റെ കുട്ടി, കെട്ടിച്ചതിന് ശേഷം ഓനും അങ്ങോട്ട് പോയതാ, ഓളിന്റെ മോനെ കേടെടുത്തി എന്നൊക്കെ പറഞ്ഞ് കരയുന്ന രക്ഷിതാക്കളെ നമ്മൾ ഇടക്കിടക്കൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് കരുതിക്കോളി, ഒന്നാമത്തെ ബാധ്യത, ഞാൻ ഒരു വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് എന്റെ മനസ്സിൽ തോന്നുമ്പോ, എന്റെ മക്കളെ കല്യാണം കഴിപ്പിക്കണമെന്ന് എന്റെ മനസ്സിൽ തോന്നുമ്പോ, എന്റെ മകന്റെ ഭാര്യയായി, അവന്റെ ജീവിത പങ്കാളിയായി കടന്നു വരുന്ന പെണ്ണുമായി ബന്ധപ്പെട്ട് എന്റെ മനസ്സിലുണ്ടാവേണ്ട ഒന്നാമത്തെ സങ്കല്പം, എന്റെ മകനെയും എന്റെ മകന് പിറക്കുന്ന മക്കളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഈമാനുള്ള ഒരു പെണ്ണാവണം എന്റെ മകന്റെ ഭാര്യ എന്ന് തീരുമാനിക്കാൻ എനിക്ക് പറ്റണം, നിങ്ങൾക്ക് പറ്റണം. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതായത് ഖലീഫ ഉമർ ഈ മകനോട് പറഞ്ഞു, നിന്റെ ബാപ്പ നിനക്ക് ചെയ്തു തരേണ്ട ഒന്നാമത്തെ കടമ ഈമാനുള്ള ഒരു ഉമ്മയെ നിനക്ക് തരണം. എന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാ ഉമ്മാരോടും ഞാൻ പറയാം, നിങ്ങളുടെ മക്കൾക്ക് ഏറ്റവും നല്ല ഒരു സ്വത്താകുന്നത് എപ്പോഴാണ്? നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ട്യൂഷർത്ത് കൊടുക്കുമ്പോഴോ, നിങ്ങളുടെ മക്കൾക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോഴോ അല്ല. നിങ്ങളുടെ മക്കൾ നരകത്തിന്റെ വിറകാവാതിരിക്കാൻ സ്വർഗത്തിന്റെ വഴിയിലൂടെ ആ മക്കളെ ചേർത്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് സ്നേഹമുള്ള ഉമ്മമാർ. ഈ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറെ പ്രസിദ്ധമായ യുദ്ധമാണ് മുഅത്ത യുദ്ധം. ഈ മുഅത്ത യുദ്ധം നടക്കാൻ ആ യുദ്ധത്തിലേക്ക് സൈന്യത്തെ പ്രവാചകൻ റെഡിയാക്കി നിർത്തി. സൈന്യം എല്ലാ ചെറുപ്പക്കാരോടും ആയുധങ്ങൾ ഉള്ളവരോടൊക്കെ യുദ്ധത്തിൽ പങ്കാളിയാവാൻ റസൂൽ ആവശ്യപ്പെട്ടു. യുദ്ധത്തിന് പ്രയാസമുള്ള യുദ്ധം. അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിന് പടയാളികളെ തയ്യാറാക്കി. ആ പടയാളികളെ മദീന പള്ളിയുടെ മുറ്റത്ത് പ്രവാചകൻ കൂട്ടി നിർത്തി. അവർക്ക് യാത്രയപ്പ് കൊടുക്കുകയാണ്. യുദ്ധത്തിന് പോവുകയാണ്, തിരിച്ചു വന്നോളണമെന്നില്ല, പലപ്പോഴും മരണപ്പെട്ടേക്കാം. അതുകൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട മക്കള്, ഭർത്താക്കന്മാര്, ബാപ്പമാര് അവരാണ് പോകുന്നത്. അവരെ യാത്രയാക്കാൻ കുടുംബാംഗങ്ങൾ മുഴുവനും മദീന പള്ളിയുടെ മുറ്റത്തെത്തിയിട്ടുണ്ട്, സ്ത്രീകളും കുട്ടികളൊക്കെ. പ്രവാചകൻ സൈന്യത്തിന് വേണ്ട ഉപദേശങ്ങൾ കൊടുത്തു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സൈന്യാധിപന്റെ കുതിരയുടെ കയറ് പിടിച്ച് പ്രവാചകൻ മുമ്പിൽ നടന്നു. ആ സൈന്യം പ്രവാചകന്റെ മുമ്പിലെത്തി. പള്ളിയുടെ മുറ്റത്തിന്റെ അതിർത്തി വരെ പ്രവാചകൻ അവരെ അനുഗമിച്ചു. പിന്നെ അവരോട് പോകാൻ പറഞ്ഞു. ആ സൈന്യം പോയി. ഇത്തിരി കഴിഞ്ഞപ്പോ ആ സൈന്യത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ പിന്നിലേക്ക് തന്നെ തിരിച്ചു വന്നു. അയാൾ പള്ളിയുടെ മുറ്റത്തിന്റെ ഒരു ഭാഗത്ത് ഒറ്റക്ക് നിന്ന് കരയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിന്റെ അടുത്ത് വന്ന് നിന്നു. ഒരു ചെറിയ കുട്ടിയുണ്ട് അവരുടെ ഒക്കത്ത്. ഈ പെൺകുട്ടി ഈ ചെറുപ്പക്കാരന്റെ ഭാര്യയാണ്. അയാളുടെ കുട്ടിയാണ് ആ പെൺകുട്ടിയുടെ കയ്യിലുള്ളത്. ആ ചെറുപ്പക്കാരൻ തന്റെ കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങിയിട്ടേ ആ പെൺകുട്ടിയോട്, അവളുടെ മുഖത്തോട് തന്റെ മുഖം ചേർത്തു വെച്ചു. അവസാനത്തെ ചുംബനമാണ്. പിന്നെ തന്റെ മകനെ, തന്റെ ഭാര്യയിൽ നിന്ന് തന്റെ മകനെ, ചെറിയ കുട്ടിയെ തന്റെ കയ്യിൽ വാങ്ങി അവന്റെ മുഖത്തും കവളത്തും ഉമ്മ വെച്ച് കണ്ണുനീരോടുകൂടി മകനെ തന്റെ ഭാര്യക്ക് തിരിച്ചു കൊടുക്കുമ്പോ അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, പ്രിയപ്പെട്ടവളെ, ഒരുപക്ഷെ ഞാൻ മുഅത്തയിൽ നിന്ന് തിരിച്ചു വന്നില്ല എന്ന് വന്നേക്കാം, എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടേക്കാം. ഞാൻ മുഅത്തയിൽ നിന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ ഇവനെ സ്വർഗത്തിൽ നീ എന്നെ ഏൽപ്പിക്കണം കേട്ടോ.
ഞാൻ മൂത്തയിൽ നിന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ എന്റെ കുട്ടിയെ സ്വർഗത്തിൽ നീ എനിക്ക് തിരിച്ചു തരണം കേട്ടോ. രണ്ട് കാര്യങ്ങളായുള്ള. ഒന്ന്, ഈ കുട്ടിയെ സ്വർഗത്തിലെത്തുന്ന കുട്ടിയായി നീ വളർത്തണം കേട്ടോ. രണ്ടാമത്തേത്, ഈ കുട്ടിയെ എന്നെ ഏൽപ്പിച്ചു തരാൻ സ്വർഗത്തിൽ നീയും ഉണ്ടാവണം കേട്ടോ. അഥവാ സ്വർഗത്തിലെത്തുന്ന ഒരു പെണ്ണായിട്ട് നീ ജീവിക്കണം കേട്ടോ. തന്റെ പ്രിയപ്പെട്ടവളെ ഉപദേശിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ തന്റെ കുതിരപ്പുറത്ത് മൂത്തയിലേക്ക് ഓടിച്ചു പോയി എന്ന് ചരിത്രം കണ്ണീരിന്റെ നനവോടുകൂടി രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഒന്നാമതായി ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സംസാരിച്ചേ, ബാപ്പമാരെക്കാളേറെ മക്കളെ നിയന്ത്രിക്കാനും മക്കളെ ഉപദേശിക്കാനും മക്കളെ പഠിപ്പിച്ചു കൊടുക്കാനും മക്കൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാനും പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾക്കാണത് സാധിക്കുക. നിങ്ങളുടെ പ്രായം ചെറിയ പ്രായമാണ്. നിങ്ങൾക്ക് തന്നെ ഒരുപക്ഷെ വേണ്ടത്ര ദീന് കിട്ടിയിട്ടില്ല എന്ന് വന്നേക്കാം. പക്ഷേ അതൊരു കാരണമാകരുത്. നിങ്ങൾ കുട്ടികളുടെ മദ്രസ പാഠപുസ്തകങ്ങൾ ശരിക്കും വായിക്കണം. നിങ്ങളുടെ മക്കൾക്ക് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കണം. ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഉസ്താദുമാരോട് ബന്ധപ്പെട്ടവരോട് ചോദിച്ച് സംശയ നിവൃത്തി വരുത്തി നിങ്ങൾ ആ കാര്യങ്ങൾ മക്കൾക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. അത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ബാധ്യതയാണെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഉമ്മമാർ മദ്രസയുടെ കാര്യത്തിൽ ഒന്നുകൂടി ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തേത്, എനിക്ക് രക്ഷിതാക്കളോട് ഉമ്മമാരോടും ബാപ്പമാരോടും കൂടി ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഒരു 10 മിനിറ്റ് കൂടി സംസാരിച്ച് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും. പ്രധാനമായിട്ടും പറയാനുള്ളത്, നമ്മൾക്കൊക്കെ നമ്മുടെ മക്കളെ കുറിച്ച് വലിയ പരാതികളാണ്. എന്താ പരാതികൾ? ഒന്ന്, മക്കളൊക്കെ ഒരു വല്ലാത്ത വഴിക്കാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മൊബൈൽ ഫോണുകളുമായി വല്ലാത്ത ബന്ധമുണ്ട്. അതേപോലെ ചില കുട്ടികളൊക്കെ പുകവലി പോലെയുള്ള വൃത്തികെട്ട സ്വഭാവങ്ങളിൽ പെട്ടുപോകുന്നുണ്ട്. ചില പെൺകുട്ടികളൊക്കെ മിക്കവാറും പ്രണയത്തിന്റെ ഊരാകുടുക്കിലാണ്. ഇങ്ങനെ മാതാപിതാക്കളുമായുള്ള ബന്ധത്തിൽ, കുടുംബ ബന്ധങ്ങളിലൊക്കെ നമ്മുടെ മക്കൾക്കിടയിൽ വലിയ ചില അബദ്ധങ്ങളും അപകടങ്ങളും ഉണ്ട് എന്നൊക്കെ ഒട്ടുമിക്ക രക്ഷിതാക്കളും പരാതിയും പരിഭവവും പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ മനുഷ്യന്മാർ ആ മനുഷ്യന്മാർ അള്ളാഹുവിന്റെ മാർഗത്തിൽ സച്ചരിതരായി ജീവിക്കാൻ അള്ളാഹു ഒരു നിയമ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയമത്തിനെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഇസ്ലാമിനെ നമ്മുടെ മക്കൾക്ക് കൊടുക്കുക എന്നത് മാത്രമാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ നമ്മുടെ കൂടെ നിർത്താനുള്ള ഒരേ ഒരു മാർഗം. വേറെ ഒരു മാർഗമല്ല കേട്ടോ. പോലീസിനോ പട്ടാളത്തിനോ കോടതിക്കോ അധ്യാപകർക്കോ ഒരു സംവിധാനത്തിനും നമ്മുടെ മക്കളെ അവരുടെ വഴിയിൽ നിന്ന് നേർവഴിയിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ ഒരു സംവിധാനങ്ങൾക്കും സാധിക്കൂല. കാരണം അവർ ജീവിക്കുന്ന കാലഘട്ടം അത്രമേൽ അപകടം പിടിച്ച കാലഘട്ടം. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ ആഗ്രഹിച്ച് നമുക്ക് കിട്ടാതെ പോയ ഒരുപാട് സംഗതികളില്ലേ, അതൊക്കെ ഇന്ന് നമ്മുടെ മക്കൾക്ക് നിർലോഭം കിട്ടും. എന്റെയൊക്കെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാല് 1970-80 കാലഘട്ടമാണ്. അന്നൊക്കെ നമ്മുടെ നാട്ടില് സിനിമാ കോട്ടകളിൽ സിനിമകൾ മാറി വരാറ് സാധാരണ വെള്ളിയാഴ്ചകളിലാണ്. അപ്പൊ വെള്ളിയാഴ്ച രാവിലെ ഒരാള് ഒരു സൈക്കിളിന് കുറെ നോട്ടീസും കുറെ മൈദന്റെ പശയൊക്കെ ആയിട്ട് ഞങ്ങളെ നാട്ടിൽ കൂടെ ഒക്കെ വരും. എന്നിട്ട് എല്ലാ ഈ ചായക്കടയുടെ മുമ്പിലുള്ള പരമ്പ് കൊണ്ടുള്ള മറകളിലൊക്കെ ഈ സിനിമാ പോസ്റ്റർ ഇങ്ങനെ ഒട്ടിച്ചു. പഴയ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം. അങ്ങനെ ഈ ചില വൃത്തികെട്ട സിനിമകള്, അശ്ലീലം കൂടുതലുള്ള സിനിമകള് ചിലപ്പോ ചില ആഴ്ചകളൊക്കെ വരും. അങ്ങനെ വരുമ്പോ ആ സിനിമാ പോസ്റ്ററിന്റെ മേലെ എ എന്ന വലിയൊരു അക്ഷരം ഉണ്ടാവും. പ്രായപൂർത്തിയായവർക്ക് മാത്രം എന്ന എ എന്നൊരു അക്ഷരം ഉണ്ടാവും. അത് കണ്ടാൽ ആ സിനിമ വളരെ അശ്ലീലമാണെന്ന, വൃത്തികെട്ടതാണെന്ന. മാന്യനായ ഒരാൾക്ക് ആ സിനിമക്ക് പോകാൻ പറ്റൂല എന്നല്ല, ആ സിനിമന്റെ പോസ്റ്റർ പോലും നോക്കാൻ പറ്റൂല. ആ സിനിമ കാണാനെങ്ങാനും ഒരാള് പോയാല് പിറ്റേന്ന് ഓനെ പറ്റി ആൾക്കാർക്ക് വൃത്തികെട്ടായി, എന്തൊരു വൃത്തികെട്ടവനാണ് ഓന്നലെ ആ സിനിമക്ക് പോയാലോ സെക്കൻഡ് ഷോക്ക് പോയാലോ എന്നൊക്കെ ഓനെ പറ്റി ആളുകൾ മോശമായിട്ട് സംസാരിക്കും. ആ കാലത്ത് ഞാനൊന്നും അങ്ങനത്തെ ഒരു സിനിമ കണ്ടിട്ടല്ല. കാരണം എന്റെ ബാപ്പ പള്ളിക്ക വാങ്ങിക്കൊടുക്കുന്ന ആളാണ്, മദ്രസിലെ ഉസ്താദാണ്. ഞാനെങ്ങാനും അങ്ങനത്തെ ഒരു സിനിമക്ക് പോയി, അങ്ങനത്തേതല്ല ഏതെങ്കിലും ഒരു സിനിമക്ക് പോയിന്ന് എന്റെ ബാപ്പ അറിഞ്ഞാലേ അന്ന് എന്റെ നാട്ടുകാർക്ക് ഫ്രീ ആയിട്ട് ഒരു മയ്യത്ത് നിസ്കാരം കിട്ടും. എന്റെ ബാപ്പനെ കൊന്നിരിക്കൊരു സംശയമല്ല. അതുകൊണ്ട് ഞാൻ ആ ബൈക്കേ പോയിട്ടില്ല. സിനിമയും സിനിമാ പോസ്റ്ററും എന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതേ ഇല്ല.
ഇന്ന് അങ്ങനെയാണോ നമ്മുടെ മക്കള്? നമ്മുടെ മക്കളുടെ കയ്യിലുള്ള വിശാലമായ മൊബൈൽ ഫോണുകളാണ്. അതിലേക്ക് നെറ്റ് നമ്മുടെ ചെലവിലാ കയറ്റി കൊടുക്കണേ. അവർക്ക് സ്വന്തമായിട്ട് റൂമുകളാ വീട്ടില്. രാത്രി 9 മണി 10 മണിക്ക് റൂമിന്റെ കുറ്റിയിട്ടിട്ട് കട്ടിലുകളിൽ കമിഴ്ന്ന് കടന്ന് അവർ പുതപ്പ് കൊണ്ട് ബ്ലാങ്കറ്റ് കൊണ്ട് മൂടി പുതച്ച് അവർ ഈ മൊബൈൽ ഇങ്ങനെ ചാരി വെച്ചാല് അവർക്ക് എന്തും കാണാം, എവിടുന്നും കാണാം, ഏതും കാണാം. ഒരു തടസ്സമല്ല, ഒരു പ്രശ്നമല്ല, ആരും ഇടപെടൂല, ആരും ചോദിക്കൂല, അവര് ഫ്രീ ആണ്. ഒരു ബാപ്പ സങ്കടം പറഞ്ഞു വന്നേ, രാത്രി 1 മണിക്ക് ആ ബാപ്പാക്ക് ദാഹിച്ചപ്പോ ഭാര്യയോട് പറഞ്ഞത്രേ ഇത്തിരി വെള്ളം കൊണ്ടുപോവാൻ. ഭാര്യ വെള്ളം കൊണ്ടുവന്ന് വെള്ളം കുടിച്ച് ഭാര്യയും ഭർത്താവും കിടന്നപ്പോ സമയം എത്രയായി നോക്കാൻ വേണ്ടി ഭാര്യ മൊബൈൽ എടുത്ത് നോക്കിയപ്പോ വെറുതെ ഒന്ന് വാട്സാപ്പ് തോണ്ടി നോക്കിയതാ. തോട്ടി നോക്കിയപ്പോ അവരുടെ മകൾ ഉറങ്ങിയിട്ടില്ല. വാട്സാപ്പ് ജീവനുണ്ട്, പച്ച വെളിച്ചം. സമയം 1 മണി കഴിഞ്ഞ് ഭാര്യ ബേജാറോടുകൂടി ഭർത്താവിനോട് പറഞ്ഞത്രേ, നോക്കി നമ്മളെ മോള് ഉറങ്ങിയിട്ടില്ലല്ലോ, ഓൾ ഇപ്പോഴും ഓളെ വാട്സാപ്പ് ജീവനുണ്ട്, ഓൺലൈനാണ്. അപ്പോ ബാപ്പ പറഞ്ഞത്ര എമ്മാനോട് ഇതൊന്ന് പോയോക്കെ, എന്നൊക്കെ പണി പോയോക്കെ പറഞ്ഞാൽ വണ്ടി എടുത്തു പോകുന്നു വേണ്ട. അവര് കിടക്കുന്ന ബെഡ്റൂമിന്റെ തൊട്ടു മുകളിലെ റൂമിലാ 18 വയസ്സുള്ള മകള് കിടക്കണേ. അവിടേക്കൊന്ന് പോയി നോക്കാനാ ബാപ്പ അമ്മാനോട് പറഞ്ഞേ. ഉമ്മ പറഞ്ഞേ, ഞാൻ പോയോക്കൂല, കുട്ടികളാണ്, നേരം വെളുക്കുമ്പോ എന്താ കാട്ടുക അറിയില്ല, ഞാൻ പോയോക്കൂല, നിങ്ങളൊന്ന് പോയോക്കി പറഞ്ഞു. ഞാനും പോയോക്കൂല, രണ്ടാളും പോയോക്കിയില്ല. നേരം വെളുത്തപ്പോ എന്നെ കണ്ടപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ എന്റെ മോളെ കാണുകയാണെങ്കിൽ ഒരു കാര്യം പറയോ. എന്താ പറയണ്ടേ? ഈ നട്ടപ്പാതിരക്കൊക്കെ എന്താ ഓക്ക് വാട്സാപ്പിൽ പണിന്ന് നിങ്ങൾ ഓളോടൊന്ന് ചോദിക്കോ. ഞാൻ ചോദിച്ചു, ബാപ്പ നിങ്ങളോളെ ബാപ്പയല്ലേ, നിങ്ങളല്ല ചെലവിന് കൊടുക്കണേ, നിങ്ങൾക്കൊന്ന് ചോദിച്ചൂടെ? പേടിയാ ഉസ്താദേ, ഇപ്പത്തെ കാലൊക്കെ കുട്ടികളോട് എന്തേലും ഇഷ്ടമില്ലാത്ത ചോദിച്ചാല് ഒരുപക്ഷെ നാളെ കുളിമുറിന്റെ ഉള്ളില് നരമ്പ് മുറിച്ച് ചോരയിൽ കിടക്കുന്ന മക്കളെ കാണേണ്ടി വരും. അതുകൊണ്ട് ഉസ്താദെ ഞാൻ ചോദിക്കൂല, നിങ്ങൾ സ്നേഹത്തോടു കൂടി ചോദിക്കോ, നിങ്ങളൊക്കെ ബഹുമാനാണ്. ഇതാണ് കാലം. നമ്മുടെ മക്കള് സർവതന്ത്ര സ്വതന്ത്ര. ഞാന് ഈ കഴിഞ്ഞ വർഷത്തിലെ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി 1ാം വർഷ ക്ലാസ്സുകൾ നമ്മുടെ കോളേജുകളിലൊക്കെ ആരംഭിക്കുന്ന ഒരു ദിവസം ഉണ്ടാകുമല്ലോ. ഇപ്പൊ പ്രീ ഡിഗ്രി ഇല്ലല്ലോ, ഇപ്പൊ ഡിഗ്രിയാണ് തുടങ്ങുന്നത്. അപ്പൊ ആ ഡിഗ്രി ക്ലാസ്സിലേക്കാണ് ആദ്യമായിട്ട് കുട്ടികൾ കോളേജിലേക്ക് വരുന്നത്. നമ്മുടെ പ്രസിദ്ധമായ ഒരു കോളേജിന്റെ മുമ്പിലൂടെ ഞാൻ യാത്ര പോകുമ്പോ അവിടെ വണ്ടി ബ്ലോക്കായി. എന്താ കാരണം എന്നറിയോ? പുതിയ കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടി വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ചെണ്ടയും കൊട്ടുമൊക്കെ ആയിട്ട് കോളേജിന്റെ ഗേറ്റിങ് ഒരു ഉത്സവം തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിന്റെ കൊടിയുണ്ട്, പച്ചയും നീലും ചുവപ്പൊക്കെ ഉണ്ട്. കുട്ടികൾ ഇങ്ങനെ വരുന്ന കുട്ടികളെ അവരിങ്ങനെ പൊട്ടി പാടിയിട്ട് ആനയിക്കുകയാണ് ക്യാമ്പസിലേക്ക്. രാഷ്ട്രീയ പാർട്ടികൾ വാശി തന്നെയാണ്, ഓരോരുത്തർക്കും അവരുടെ കൗണ്ടറുകളുണ്ട്. എന്നാൽ എല്ലാ കൊടികളുടെയും മേലെ ഒരൊറ്റ ബാനർ ഇങ്ങനെ കെട്ടിയിരിക്കുന്നു. ആ ബാനർ കണ്ടാൽ അറിയാം അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ അല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ കെട്ടാൻ അയക്കൂല, ഇത് എല്ലാരും പാടെ കൂടി കെട്ടിയതാ. അത്ര സൗഹൃദത്തിലാണ് ആ കെട്ട്. എന്താണ് ആ ബാനർ? നിങ്ങൾ ഈ കെട്ടിടത്തോളം വീതി ഉണ്ട് ആ ബാനറിന്. എന്താ ബാനർ അറിയോ? അതിന്റെ മേലെ എഴുതിയത് നവാഗതരെ, നവാഗതരെ. അതിന്റെ താഴെ വലിയതാക്കി എന്താ നിങ്ങള്? അതിരുകളില്ലാത്ത ലോകത്തിലേക്ക് സ്വാഗതം, അതിരുകളില്ലാത്ത ലോകത്തിലേക്ക് സ്വാഗതം. എന്താണ് പറഞ്ഞത്? ഈ കോളേജിന്റെ ക്യാമ്പസിന് അതിരില്ലെന്ന, ഇത് ചക്രവാളത്തോളം ആയിരക്കണക്കിന് കിലോമീറ്ററുള്ള ക്യാമ്പസ് ആണെന്ന അല്ലല്ലോ. പിന്നെ എന്താണ്? ഈ ക്യാമ്പസിന്റെ ഉള്ളിലേക്ക് വരുന്ന ഏതൊരു കുട്ടിക്കും ആ കുട്ടിയോട് അരുത്, പാടില്ല, വേണ്ടാത്തതാണ്, ചെയ്യരുത് എന്ന് ആരും പറയില്ല. നിങ്ങൾ എന്താണോ കൊതിക്കുന്നത്, എന്താണോ ആഗ്രഹിക്കുന്നത്, അതൊക്കെ യഥേഷ്ടം നടക്കുവാൻ സൗകര്യമുള്ള അതിരുകളില്ലാത്ത അരുതുകളില്ലാത്ത ലോകം. നമ്മുടെ ഒട്ടുമിക്ക കോളേജ് ക്യാമ്പസുകളും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ കർണാടകയിൽ ബാംഗ്ലൂരിൽ ഒരു പ്രോഗ്രാമിന് പോയിട്ട് തിരിച്ചു പോരാൻ വേണ്ടി 12 മണിക്ക് കിട്ടുന്ന ബസ് കിട്ടാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലേക്ക് വരുമ്പോ അവിടെ റോഡിന്റെ ഹോട്ടലുകളുടെ ബസ് സ്റ്റോപ്പിന്റെ വശങ്ങളിലൊക്കെ വീണ് കിടക്കുന്ന, തളർന്നു കിടക്കുന്ന, കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന, ഒന്നിച്ചു നിൽക്കുന്ന 18ഉം 20ഉം 25ഉം ഒക്കെ വയസ്സുള്ള ആണും പെണ്ണും. അത്ഭുതപ്പെട്ട എന്നോട് എന്നെ കൊണ്ടുവന്ന സുഹൃത്തുക്കൾ പറഞ്ഞു, മൗലവി അങ്ങോട്ടൊന്നും തോന്ന നോക്കണ്ട, അതെന്നും അങ്ങനെ തന്നെയാണ്. ഞാൻ ചോദിച്ചു, ഈ കുട്ടികളൊക്കെ എവിടുത്തെ കുട്ടികളാ? അവൻ എന്നോട് പറഞ്ഞേ, ഇതൊക്കെ
ഇതൊക്കെ നമ്മളെ നാട്ടിലത്തെ കുട്ടികളാ. കാരണം അവിടുത്തെ ഹോട്ടലുകളൊക്കെ കേരള ഭക്ഷണം കിട്ടുന്ന ഹോട്ടലാ. ഇതൊക്കെ നമ്മുടെ കുട്ടികളാ. നല്ല നല്ല ബാപ്പാര് ഇഷ്ടം പോലെ പൈസ കൊടുത്തിട്ട് വലിയ വലിയ കോളേജുകളിൽ ഡിഗ്രിക്ക് സീറ്റ് വാങ്ങിയിട്ട് മക്കളെ പഠിക്കാൻ പറഞ്ഞയക്കുമ്പോ അവരെത്തിപ്പെടുന്ന ദുരന്തപൂർണമായ ചിത്രങ്ങൾ. എല്ലാരും അങ്ങനെയാണെന്നല്ല, നല്ല കുട്ടികൾ എനിക്കുണ്ടറിയാം. ഈ ബാംഗ്ലൂരും മംഗലാപുരത്തൊക്കെ സ്വന്തമായിട്ട് പള്ളിക്ക് വേണ്ടി റൂമുകൾ വാടകക്കെടുത്ത് അവിടെ ജമാഅത്ത് നിസ്കാരവും ജുമുഅയും സംഘടിപ്പിക്കുന്ന കുട്ടികളുണ്ട്. അവരുണ്ട്. പക്ഷേ മഹാഭൂരിപക്ഷവും എത്തിപ്പെടുന്ന ദുരന്തപൂർണമായ ലോകത്തെ കുറിച്ച് സംസാരിച്ച് ഞാൻ ഒരു അനുഭവം മുമ്പ് നാം പങ്കുവച്ചിരുന്നു. ഞാൻ ഒരിക്കൽ മറ്റൊരു സംസ്ഥാനത്തേക്ക് യാത്ര പോകുമ്പോ രാത്രിയിലാണ് ബസ്സിൽ ഇങ്ങനെ തണുത്ത് കാറ്റിലൊക്കെ തണുത്ത് ഇങ്ങനെ പോകുമ്പോണ്ട് ബസ്സിന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഒരു ഓണടി ഇങ്ങനെ കേൾക്കണ കുറേ നേരമായി. അപ്പൊ കണ്ടക്ടർ പറഞ്ഞു ഡ്രൈവറോട് ഒന്ന് നിർത്തിയൊക്കാണി, നമുക്ക് വേണ്ടിയാണ് ഓണടിക്കണെന്ന് തോന്നുന്നത്. അപ്പൊ പറഞ്ഞ പോലത്തെ നിർത്തിയപ്പം ആ ബൈക്ക് ഇങ്ങനെ തിരികെ വന്നിട്ട് ബസ്സിന്റെ മുമ്പിലവിടെ നിന്ന് ബസ്സിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ശരിക്കും ആളെ കണ്ട് ഒരു 10-60 വയസ്സുള്ള ആരോഗ്യമുള്ള ഒരു ബാപ്പയാണ് ബുള്ളറ്റ് മോട്ടോർ സൈക്കിളാ ഓട്ടണേ. അതിന്റെ ബാക്കിൽ ഒരു പെൺകുട്ടിയുണ്ട്, ഏറ്റാൻ മാത്രം ലഗേജും ഉണ്ട്. ഇയാള് പെട്ടെന്ന് ചാടി ഇറങ്ങിയിട്ട് ബസ്സിലേക്ക് കയറി കണ്ടക്ടറോട് പറഞ്ഞു, ഒരുപാട് നേരമായി ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നു, ഞാൻ നിങ്ങളെ കിട്ടാൻ വേണ്ടി എനിക്ക് ലേശം നേരം വൈകിയതാണ് എന്നൊക്കെ പറഞ്ഞ അയാൾ കാരണം പറഞ്ഞെന്നറിയോ, ഈ പെൺകുട്ടി പഠിക്കുന്ന കോളേജിന്റെ മുമ്പിലൂടെയാണ് ഈ ബസ് പോവുക. അല്ലാത്ത ബസ്സുകളൊക്കെ ബസ് സ്റ്റോപ്പിൽ നിന്നാല് പിന്നെ ഓട്ടോറിക്ഷ കയറിയിട്ട് വേണം ഈ കുട്ടിക്ക് പോകാൻ. ഈ ബസ് കോളേജിന്റെ മുമ്പിലൂടെ പോകും. അതുകൊണ്ട് അയാള് ഈ ബസ് കിട്ടാൻ വേണ്ടി എന്നെ ഓടി വന്നത്. അയാള് കണ്ടക്ടറോട് പറഞ്ഞു, രാത്രിയിൽ ഓട്ടോറിക്ഷക്ക് എടുത്ത് പോകല അപകടമല്ലേ, നിങ്ങൾ എന്റെ മോളെ കോളേജിന്റെ മുമ്പിൽ തന്നെ ഇറക്കണം കേട്ടോ. അയാൾ വിനയത്തോടു കൂടി യാചിച്ച്. കണ്ടക്ടർ പറഞ്ഞു സ്റ്റോപ്പില്ല, എന്നാലും ഞാൻ ഇറക്കി കൊടുത്തോളാം. ആ പെൺകുട്ടിയെ സുരക്ഷിതമായി അയാൾ സീറ്റിലിരുത്തി ലഗേജുകളൊക്കെ സീറ്റിന്റെ ഉള്ളിലൊക്കെ ഒതുക്കി വെച്ചിട്ട് മകളോട് യാത്ര പറഞ്ഞ് സുരക്ഷിതമായ ഒരു മനസ്സോടുകൂടി അയാൾ ഇറങ്ങി. അയാൾ വണ്ടി പോകുമ്പോ അയാൾ കുട്ടിക്ക് കൈവീട്ടി യാത്രയയപ്പ് കൊടുത്തിട്ട് അയാൾ പോയത്. 4-5 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടി കണ്ടക്ടറോട് പറഞ്ഞു, എനിക്ക് ഇറങ്ങണം, ബസ് നിർത്തണം. നട്ടപ്പാതിലൊക്കെ ഇരുട്ടത്തെ കണ്ടക്ടർ ബസ് നിർത്തി. കാരണം ഒരു യാത്രക്കാരൻ നിർത്തിയപ്പോ ഈ പെൺകുട്ടി ബാഗുമായിട്ട് ഇറങ്ങിയപ്പോ ബസിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ കണ്ട് ഒരു ചെറുപ്പക്കാരൻ ബൈക്കുമായിട്ട് വന്നിട്ടുണ്ട്, ലഗേജുമായി. ആ ബൈക്കിന്റെ പിന്നിൽ കയറി അവർ പോയപ്പോ ആ കണ്ടക്ടർ എന്നോട് പറഞ്ഞു, എന്താലേ ഓരോ ബാപ്പാര് ഓരോ കുട്ടികൾ സുരക്ഷിതരാവാൻ വേണ്ടി ബാപ്പാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടത്രേ. പക്ഷേ ആ ബാപ്പമാരെയൊക്കെ എത്ര മനോഹരമായിട്ടല്ലേ നമ്മുടെ കുട്ടികൾ വഞ്ചിക്കുന്നത്. ഇത് ഒരു കാഴ്ച മാത്രമല്ല, ഇത്തരം ഒരുപാട് കാഴ്ചകൾ നമ്മുടെ ചുറ്റുഭാഗത്ത് കണ്ടുകൊണ്ടേയിരിക്കും. ബാപ്പാന്റെ കൂടെ ബൈക്കിന്റെ ബാക്കിൽ ഇരുന്ന് കോളേജിക്ക് പോകുമ്പോ പിന്നാലെ വരുന്ന ബൈക്കിലെ കാമുകനോട് ആംഗ്യം കാണിച്ച് വഴിയോരത്ത് കാത്തിരിക്കാൻ പറഞ്ഞ ഒരു പെൺകുട്ടിന്റെ കഥ ഒരു സുഹൃത്ത് പറഞ്ഞു തന്നു. എന്നിട്ട് ആ പെൺകുട്ടി അവന്റെ കൂടെ പോയതാണ് ആ കഥയുടെ അവസാനം. ഇത് കാലം എങ്ങനെയാണ്, കാലഘട്ടം എങ്ങനെയാണ്. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. അവർ കാണുന്നതും അവർ കേൾക്കുന്നതും അവർ അനുഭവിക്കുന്നതും ഇത്തരം കാര്യങ്ങൾ മാത്രമാണ്. മതം വേണ്ട, മതം ഇല്ല, സ്വാതന്ത്ര്യം വേണം. എന്റെ സ്വാതന്ത്ര്യം ഞാൻ കാത്തു സൂക്ഷിക്കണം. ലിബറലിസം, ബാപ്പയോട് എനിക്ക് കടമയില്ല, ഉമ്മയോട് എനിക്ക് കടമയില്ല, സമൂഹത്തോട് എനിക്ക് കടമയില്ല, ദൈവമെന്ന ഒരു സാധനമല്ല. പിന്നെ എന്റെ ജീവിതത്തിന് ഞാൻ എന്തിന് കളയണം എന്ന് ചോദിക്കുന്ന പ്രത്യയ ശാസ്ത്രങ്ങളാണ് നമ്മുടെ കുട്ടികൾ കാണുന്ന സിനിമകളും വായിക്കുന്ന നോവലുകളും കേൾക്കുന്ന മുദ്രാവാക്യങ്ങളും ഒക്കെ ഈ വൃത്തികെട്ട ആശയങ്ങളാണ്. അതിനപ്പുറത്തേക്ക് പടച്ച റബ്ബുണ്ടെന്നും പരലോകമുണ്ടെന്നും ജീവിതത്തിന്റെ വിചാരണയുണ്ടെന്നും നരക സ്വർഗങ്ങൾ ഉണ്ടെന്നും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആരാ കൂട്ടരിവിടെ ഉള്ളത്? വെള്ളിയാഴ്ച പള്ളിയിൽ ഈ കുട്ടികൾ വരില്ല. 10,000-2000 ആളുകൾ ഖുതുബക്ക് വരുന്ന ഒരു പള്ളിയിൽ ഖുതുബ പറയുമ്പോ ഞാൻ നോക്കാറുണ്ട് എത്ര കുട്ടികളുണ്ട്. ഒരു 15 വയസ്സിന്റെയും 25 വയസ്സിന്റെയും ഇടക്കുള്ള എത്ര കുട്ടികളുണ്ട്? ഇല്ല, വിരലിൽ എണ്ണാവുന്ന കുട്ടികളുള്ളൂ. ജുമുഅക്ക് വരെ ഒരു പ്രസംഗത്തിന് ഒരു വരൂല, ഒരു സമ്മേളനത്തിന് വരൂല, ഒരു ക്ലാസ്സിന് പോലും വരൂല. നമ്മൾ വിളിക്കാറുമില്ല, വിളിച്ചാൽ അവർ വരൂല. നോക്കാണ് ഈ ഇരിക്കണേ ഈ പ്രദേശത്തെ എത്ര കുടുംബങ്ങളിലെ ആൾക്കാരെ ഇരിക്കണേ. ഈ ഇരിക്കുന്ന ഒരാൾക്ക് പോലും എന്റെ പ്രസംഗത്തിന്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുമ്പേ കേട്ട് പഠിച്ചവരാ ഈ ഇരിക്കണോലൊക്കെ. പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഒരുപാട് മനുഷ്യജീവികൾ നമ്മുടെ വീടുകളിലുണ്ട്. അവരിപ്പോഴും മൊബൈൽ
ഫോണുകൾ തോണ്ടിയിരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ടിവികളുടെ വിശാലമായ സ്ക്രീനുകളിൽ പ്രണയത്തിന്റെ മാധുര്യം അനുഭവിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങാടിയിലെ പീഡികത്തണ്ടയിൽ വലിച്ചു തള്ളുന്ന പുകകൾ ആസ്വദിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ കയ്യിൽ നരടി വെച്ച ആ വിഷത്തിന്റെ പുകകൾ ചുണ്ടിനിടയിലേക്ക് ഇറക്കി വെച്ച് അവർ ആസ്വാദനത്തിന്റെ ലോകത്തേക്ക് പോകുന്നുണ്ടാവാം. നമ്മൾ ഇവിടെ വയലും കേട്ടിരിക്കുക. സ്വർഗത്ത് പോകാൻ നമ്മുടെ മക്കളോ, ജീവനോളം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ എവിടെ? നമ്മുടെ വീട്ടിലെ ചെറുപ്പക്കാരെവിടെ? ഇതൊരു വലിയ അപകടമാണ്. തിന്മകളുടെ ഈ ഒരു പരിപാടി നടത്താൻ സംഘാടകർക്ക് എത്ര ചെലവഴിക്കും? അതിൽ തന്നെ വലിയൊരു സംഖ്യ കടയുകാർ. ഈ അടുത്ത് മലയാളത്തിലെ ഒരു വലിയ സിനിമാ നടനെ വെച്ചൊരു സിനിമ ഇറങ്ങി. ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോ അതിന്റെ ആശയം അപകടകരമായ ഒരു ആശയമായിരുന്നു. ആ ആശയം എഴുതിയ അതിന്റെ സംവിധായകൻ പത്രസമ്മേളനം നടത്തി. അപ്പൊ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചത്, ഇത്തരം സിനിമകളിലൂടെ നിങ്ങൾ എന്താണ് സമൂഹത്തിൽ എന്ത് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്? ആ സംവിധായകൻ പറഞ്ഞ മറുപടി എന്താ അറിയോ? എന്റെ സിനിമ കണ്ടിട്ട് 10 ഭാര്യ ഭർത്താക്കന്മാരെങ്കിലും വിവാഹമോചനം നടത്തി സ്വതന്ത്ര സെക്സിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ ഞാൻ സാർത്ഥനായി, എന്റെ അധ്വാനം മുതലായി. എങ്ങനെ? ഒരു 10 നല്ല നിലക്ക് ജീവിക്കണ 10 ഭാര്യ ഭർത്താക്കന്മാരെങ്കിലും പിരിഞ്ഞിട്ട് ആണും പെണ്ണും സ്വതന്ത്ര ജീവിതത്തിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ എന്റെ അധ്വാനം സ്വാർത്ഥമായി എന്നാ പറഞ്ഞേ. ആ സിനിമയുടെ പ്രചരണത്തിന് വേണ്ടി കോടികളാണ് നമ്മുടെ നാട്ടിൽ മുടക്കിയത്. അഥവാ തിന്മയുടെ പ്രചാരണം കോടികൾ മുടക്കി നാട്ടിൽ നടക്കുമ്പോ നന്മയുടെ ഭാഗത്ത് ആളില്ല. ഉണ്ടാവണ്ടേ നമ്മളൊക്കെയാണ്. നമുക്ക് ഒഴിവില്ല, നമുക്ക് സൗകര്യമല്ല, എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് അതിന് നേരം ഉണ്ടാവൂല, സമയം ഉണ്ടാവൂല, നിങ്ങൾ എന്തേലും കാട്ടിക്കോളി. ആരാണ് നിങ്ങള്? ഒരു മദ്രസയിലെ രക്ഷിതാക്കളുടെ യോഗം വിളിച്ചാൽ ആ യോഗത്തിൽ വരാൻ ആളില്ല. സ്കൂളിൽ PTA മീറ്റിംഗ് വിളിച്ചാൽ ക്ലാസ് റൂമിൽ ഇരിക്കാൻ സ്ഥലമില്ലാതെ മാഷന്മാര് കൊലായ്മ ബെഞ്ചിടുക. എന്താ നിങ്ങള്? നമുക്കത് പ്രധാനമാണ്. A+, മാർക്കുകൾ നമുക്ക് പ്രധാനമാണ്. ഖുർആൻ പഠിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടമില്ല, ദീന് പഠിച്ചില്ലെങ്കിൽ നമുക്ക് വേദനയില്ല, നമ്മുടെ കുട്ടി നിസ്കരിച്ചില്ലെങ്കിൽ നമുക്ക് സങ്കടമില്ല. എന്താ കാരണം എന്നറിയോ? നമുക്കൊന്നും ഇപ്പോഴും ഒരു പരലോക വിശ്വാസമുള്ള യഥാർത്ഥ മുഅ്മിനാവാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് അപകടം. അതുകൊണ്ട് ഞാനൊരു 5 മിനിറ്റ് കൂടി എന്റെ സമാപനത്തിലേക്ക് എടുക്കട്ടെ. അടുത്തൊരു പരിപാടി കൂടിയുണ്ട്, മഗ്‌രിബ് നിസ്കാര ശേഷമാണ്. പിന്നെ നിങ്ങളും നേരത്തെ വന്നിട്ടുണ്ട്. ദീർഘമായി സംസാരിക്കാൻ ഈ വൈകുന്നേര സമയമൊക്കെ ഇത്തിരി സംസാരിച്ച് ഒത്തിരി ചിന്തിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒരു കാരണവശാലും നമ്മുടെ മക്കളെ അവർക്ക് സംഭവിക്കുന്ന അപകടത്തിന്റെ പേരിൽ നമ്മുടെ മക്കളെ കുറ്റം പറയുകയോ അവരെ ശകാരിക്കുകയോ അവരെ ശപിക്കുകയോ അവരെ ഒഴിവാക്കുകയോ ചെയ്യരുത്. എന്തെങ്കിലും തെറ്റ് ഓല ഭാഗത്തുണ്ടായാലേ അവരെ ചേർത്ത് പിടിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് വില കൂടിയ ഒരു സാധനം നിലത്ത് വീണു പോയാൽ നമ്മൾ എന്താ ചെയ്യാ? അവിടെ ഇരുന്നിട്ട് നമ്മൾ ആ സാധനം പെറുക്കിയെടുക്കൂലേ? നമ്മുടെ മക്കള് വില കൂടിയ സ്വത്താ. ആ മക്കൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായാലേ, എന്തെങ്കിലും വഴികേടുകൾ ഉണ്ടായാലേ അവരുടെ മുമ്പിൽ ഇരുന്ന് അവരെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടു കൂടി കൂടെ നിർത്തി അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മടിത്തട്ടിൽ വളർന്ന ചെറുപ്പക്കാരനായ ഒരു സഹാബിയുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. അദ്ദേഹത്തോട് പ്രവാചകൻ നൽകിയ ഒരു ഉപദേശമുണ്ട്. യാ ഗുലാം, യാ ഗുലാം, മോനെ, പൊന്നു മോനെ. സ്നേഹത്തിന്റെ വിളിയാണ്. യാ ഗുലാം, പൊന്നു മോനെ. യഹ്ഫളില്ലാഹ്, നീ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ. നീ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ. എങ്കിൽ യഹ്ഫളുക, അല്ലാഹ് നിന്നെ സൂക്ഷിക്കും. അള്ളാഹനെ സൂക്ഷിക്കാൻ എന്താ അർത്ഥം? അള്ളാഹ്ക്ക് കേടുപാടില്ലാതെ, അള്ളാഹ്ക്ക് വെയിലുള്ളാതെ, അള്ളാഹ്ക്ക് മഴയുള്ളാതെ സൂക്ഷിക്കാനല്ലോ. അള്ളാഹിന്റെ നിയമങ്ങൾ പാലിക്കണമെന്ന. അങ്ങനെ നീ ജീവിച്ചാലേ നിന്നെ അള്ളാഹ് സൂക്ഷിക്കും, അപകടങ്ങളും പ്രയാസങ്ങളും വഴികേടൊന്നും ഇല്ലാതെ. പിന്നെയും പറഞ്ഞു, മോനെ യഹ്ഫളില്ല, ഈ അള്ളാഹനെ സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെ സൂക്ഷിച്ചാൽ തജിദുഹു തുജാഹക, നിനക്ക് പ്രയാസങ്ങളില് പ്രതിസന്ധികളില് പടച്ചോനെ നിന്റെ മുമ്പിൽ ഇങ്ങനെ കാണാം. ഇനി ഞാൻ എന്താ ചെയ്യാന്ന് ചോദിക്കണേ നിരാശന്റെ സമയമുണ്ടല്ലോ, ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ. അത്തരം സമയത്ത് പടച്ച റബ്ബിന്റെ സഹായം നിന്റെ മുമ്പിലേക്ക് വന്നു വീഴും. അതിന് നീ അള്ളാഹനെ സൂക്ഷിച്ചു ജീവിക്കണം. എന്നിട്ട് ബാക്കിയായ റസൂൽ പറഞ്ഞേ, മോനെ, ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യന്മാരും കൂടി നിനക്ക് ഒരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചാൽ അള്ളാഹ് എന്താണോ തീരുമാനിച്ചത് അതിന്റെ അപ്പുറം നിനക്കൊന്നും കിട്ടൂല.
ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യന്മാരും കൂടി നിന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹ് എന്താണോ നിശ്ചയിച്ചത് അതിനപ്പുറം നിനക്കൊന്നും പറ്റൂല. എന്തായാലും അർത്ഥം? എന്നിട്ട് പറയണേ, നിനക്കെന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ അള്ളാഹിനോട് സഹായം തേടിക്കോ. നിനക്കെന്തെങ്കിലും കിട്ടണമെങ്കിൽ അള്ളാഹിനോട് ചോദിച്ചോ. ആ കുട്ടിയുടെ മനസ്സിൽ തൗഹീദിന്റെ ബലപ്പെട്ട പാഠങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്ന കാലഘട്ടം രണ്ട് നിലക്കും മതപരമായും ഭൗതികമായും വലിയ വലിയ വേണ്ടാത്തരങ്ങളുള്ള കാല. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പടച്ച തമ്പുരാനാണെന്നും ആ പടച്ച റബ്ബാണ് ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്നതെന്നും വിശ്വസിച്ചു വരുന്ന ഒരു തലമുറയോടാണ് പ്രപഞ്ചത്തിന്റെ നിയന്ത്രണമൊക്കെ ഇപ്പോ CM വലിയാണ്. 10 കൊല്ലം മുമ്പേ കോഴിക്കോട് ജില്ലയിലെ മടവൂരിൽ ജീവിച്ചു മരിച്ച ആ പാവം മനുഷ്യന്റെ പേരില് ലോകത്തിന്റെ നിയന്ത്രണമൊക്കെ ഇപ്പൊ മടവൂരാത്ര നടത്തണേ. അത് പറയാൻ പണ്ഡിതന്മാരുണ്ട്, സംഘടിപ്പിക്കാൻ ആളുണ്ട്, കേൾക്കാൻ ആളുണ്ട്. എത്ര അപകടകരമായ വാദാലേ. നമ്മുടെ മക്കൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കണം, ഇസ്ലാമിന്റെ ആദർശം പഠിപ്പിച്ചു കൊടുക്കണം, ഒരു മുഅ്മിനിന്റെ സ്വഭാവം പഠിപ്പിച്ചു കൊടുക്കണം, പരലോകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ എവിടുന്ന കിട്ടുക? പൊന്നാര സഹോദര, നമ്മുടെ മുമ്പിൽ മനോഹരമായൊരു മാർഗമുണ്ട്. അതെന്താ അറിയോ? ഈ മദ്രസാണ്. ലക്ഷക്കണക്കിന് ഉറുപ്പിയത്, ഒരുപാട് ആൾക്കാർ അധ്വാന വ്യയർപ്പ. ഈ മദ്രസ നമ്മുടെ മക്കളെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഒരു കേന്ദ്രമാവണം. നമ്മുടെ മക്കൾ പഠിക്കണം, പ്രായവ്യത്യാസമില്ലാതെ പഠിക്കണം. ചെറിയ ക്ലാസ്സിൽ മാത്രം മദ്രസയെ പഠിപ്പിക്കും, വലിയ ക്ലാസ്സിലാകുമ്പോ മദ്രസ ഒഴിവാക്കും. നിനക്കറിയോ, ഇസ്ലാം മതം എന്ന് പറഞ്ഞാലേ 23 കൊല്ലം അള്ളാഹുവിന്റെ റസൂല് രാവും പകലും പഠിപ്പിച്ച മത. ആ മതാണ് നമ്മള് 5 കൊല്ലം കൊണ്ട് രാവിലെ 1.5 മണിക്കൂർ ക്ലാസ് എടുത്ത് പഠിപ്പിക്കണേ. അതും നമ്മുടെ കുട്ടിയൊക്കെ കിട്ടാതെ വന്നാലേ മക്കളോട് നമ്മൾ ചെയ്യുന്ന ക്രൂരത വളരെ വലുതാന്ന് മനസ്സിലാക്കണം കേട്ടോ. അതുകൊണ്ട് അവസാനിപ്പിച്ചോട്ടെ, ഈ മദ്രസ നിലനിൽക്കണം. ഇതിന്റെ മേലെ ഷീറ്റിട്ടിക്കണ്. നാളെ ഇതിന്റെ പിന്നിലുള്ളവർക്ക് തോന്നണം അവിടെയും കൂടി ക്ലാസ് ഉണ്ടാക്കണം, കുട്ടികൾ വരട്ടെ. എത്ര വീടുണ്ട് ഇവിടെ, ആ വീട്ടിലെ കുട്ടികൾ വന്ന് പഠിക്കട്ടെ. എല്ലാ ദിവസവും വരാൻ പറ്റാത്ത ഉയർന്ന ക്ലാസ്സിലെ കുട്ടികൾ ഹൈസ്കൂൾ ക്ലാസ്സിലോ ഹയർ സെക്കൻഡറിയിലോ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഓല് ഒഴിവുള്ള ദിവസങ്ങളിൽ വരട്ടെ. സാധാരണ കുട്ടികൾക്ക് നിങ്ങൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും കൊടുക്കിട്ടോ. ആഴ്ചയിൽ 1-2 ദിവസം കൊടുത്താൽ കിട്ടൂല, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. സ്കൂളിൽ ഒരു A+ കുറഞ്ഞുകൊണ്ട് ഒന്നും കിട്ടാലട്ടോ. നമ്മൾ വെറുതെ വിചാരിക്കണേ എല്ലാ വിഷയത്തിനും A+ കിട്ടിയാലേ എന്തേലൊക്കെ ആകുള്ളൂ. നിങ്ങൾക്കറിയില്ലേ നമ്മളൊക്കെ ജീവിതത്തിൽ എങ്ങനെയാ വന്നത്? A+കാരൊക്കെ എവിടെ? ഇപ്പൊ നാളെ ആരോ ഒരു തമാശ പറഞ്ഞേ, SLCന്റെ റിസൾട്ട് വന്നപ്പോ 99.5% വിജയം, ബാക്കി 0.5% തോറ്റിക്കണ്. അപ്പൊ ഒരാളെ ഇതിന്റെ താഴെ കമന്റ് എഴുതി, ഈ തോറ്റ 0.5 ഉണ്ടല്ലോ, ഓല് ഏതെങ്കിലുമൊക്കെ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കും. ഈ A+ കിട്ടിയാലുണ്ടല്ലോ ഓലൊക്കെ പഠിച്ച് ഡോക്ടർമാരാവും. ഈ ഡോക്ടർമാർക്ക് ജോലി കിട്ടണമെങ്കിൽ ഇവരെ ആശുപത്രിക്ക് വരണം. ആര്? ഈ തോറ്റുപോയ 0.5 ഉണ്ടല്ലോ, ഓല് ഉണ്ടാക്കിയ ആശുപത്രിയിൽ വേണം ഈ ഡോക്ടർമാർക്ക് ജോലി ചെയ്യാൻ. നമ്മൾ MA യൂസുഫ് അലി ഒന്നും എല്ലാ വിഷയത്തിനും A+ കിട്ടിയ ആളല്ല. ആണോ? എത്ര ആളുണ്ട്? ഇപ്പൊ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്തെ ഇന്റെയൊക്കെ ഡിഗ്രി ബാച്ച് പുറത്തിറങ്ങുമ്പോ എന്റെ കൂടെ സീനിയർ ആയിരുന്നു ലത്തീഫൊക്കെ, എന്റെ നേതാവേനി അന്ന് ഇപ്പോഴും. അപ്പൊ അന്ന് പിന്നെ എന്റെ കൂടെ ഞങ്ങൾ ബാച്ച് പുറത്തിറങ്ങുമ്പോ ഒരൊറ്റ കുട്ടിയാണ് ഡിഗ്രിക്ക് തോറ്റ്, ഒരൊറ്റ കുട്ടി, ബാക്കിയൊക്കെ ജയിച്ചു. ആ തോറ്റ കുട്ടിക്ക് ഇപ്പൊ ജിദ്ദയിൽ സ്വന്തമായിട്ട് 2-3 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, വേറെ കട വേറെ ഉണ്ട്. ജയിച്ചോലൊക്കെ LP സ്കൂളിൽ അറബി മാഷായിട്ട് ഒരു കറുത്ത വേഗം ചോദിച്ചു നടക്കുക. ഇപ്പോഴും ഗൾഫിൽ പോയാൽ ഓനെ വിളിക്കും, ഓൻ കാറുമായിട്ട് വരും എയർപോർട്ടിൽ, ഓന്റെ വീട്ടിലെ ചെലവും താമസമൊക്കെ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ ഞങ്ങള് മാർക്കുമ്മലും A+ലും അല്ല, വകതിരിവുണ്ടാവണം, വേർതിരിവുണ്ടാവണം, തിരിച്ചറിവുണ്ടാവണം. അതിന് മതം നിർബന്ധ. അതിൽ യാതൊരു ഓപ്ഷൻ ഇല്ല, മാണെങ്കിന്നില്ല. കൊടുത്തോളണം. ഭക്ഷണം കൊടുക്കുന്നുണ്ടോ, മരുന്ന് കൊടുക്കുന്നുണ്ടോ, അതുപോലെ പ്രധാനമാണ് നമ്മുടെ മക്കൾക്ക് ദീന് കൊടുക്കൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഈ മദ്രസ സജീവമാവട്ടെ, നമ്മുടെ ക്ലാസ് റൂമുകൾ കുട്ടികളെ കൊണ്ട് നിറയട്ടെ, അധ്യാപകര് പരാതികളില്ലാതെ മക്കൾക്ക് ദീന് കൊടുക്കട്ടെ. ഈ മദ്രസ പ്രസ്ഥാനത്തിന്റെ പേരിൽ ഒരൊറ്റ സംഘാടകർക്കും ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അധ്യാപകരെ
നമ്മൾ മതപരമായ ബോധം കൊടുത്താലേ ഓല് വളരുമ്പോ അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന അപകടകരമായ ചോദ്യങ്ങളുണ്ടല്ലോ, ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കും. പടച്ചോണ്ടോ, മതമുണ്ടോ, സ്വർഗമുണ്ടോ, നരകമുണ്ടോ, ഗാന്ധിജി സ്വർഗത്ത് പോകുന്നതൊക്കെ വലിയ വലിയ ആൾക്കാർ ചോദിക്കുമ്പോഴേ അതെന്താന്ന് മറുപടി കൊടുക്കാൻ നമ്മുടെ മക്കൾക്ക് വിവരം ഉണ്ടാവണമെങ്കിലേ ഇപ്പൊ കൊടുക്കണം. അതിലെന്തെങ്കിലും വൈമനസം കാണിച്ചാലേ നമ്മുടെ മക്കള് നാളെ നമ്മക്കെതിരെ പടച്ചോനോട് സാക്ഷി പറയും. ഒരു സംശയവും വേണ്ട. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയും നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത് അപകടകരമായ കാലഘട്ടങ്ങളിലാണ്. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ബഹുമാനിക്കുന്ന, നമ്മളെ അനുസരിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കളായി നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മക്കളാവാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഈ സദസ്സിലും വീടുകളിലും ആശുപത്രികളിലുമൊക്കെയുള്ള എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ, സമാധാനം നൽകുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹിക്കാൻ കഴിയാത്ത വേദനകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. താങ്ങാനാവാത്ത കടബാധ്യതകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എവിടെ വെച്ച് എപ്പോ എങ്ങനെ മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്ദി ലത്തീഫ്. ഒറ്റവാക്കിൽ